Hello friends, welcome to our channel. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തമിഴിൽ കാര്യങ്ങൾ കണ്ടിരിക്കും. നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ BSNL ഉദ്യമി സ്കീമിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ റൂറൽ ഏരിയാസിലൊക്കെ ഇപ്പോൾ BSNL ഫൈബർ അതായത് നമ്മുടെ FTTH ഉണ്ടല്ലോ അത് നമുക്ക് ആക്ച്വലി ഫുള്ളി ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ജസ്റ്റ് സീറോ ഇൻസ്റ്റാളേഷൻ ഫ്രീ അങ്ങനത്തെ ഫുള്ളി ഇനിഷ്യൽ പേയ്മെൻറ്റ്സ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഫുള്ളി ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇനി ഇതോടെ അതിൻ്റെ മന്ത്ലി പ്ലാൻസ് ഒക്കെ ഭയങ്കര ലോ ആണ്. നോർമലി നമുക്ക് ഈ നമ്മുടെ മെയിൻ സ്ഥലത്തൊക്കെ കിട്ടുന്നതിനായിട്ടും ഭയങ്കര ലോ ആയിട്ടാണ് മന്ത്ലി പ്ലാൻസ് ഒക്കെ വരുന്നത്. 300 രൂപയോ 333 രൂപ അങ്ങനത്തെ റേഞ്ചൊക്കെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ഓൾറെഡി നമ്മൾ പണ്ട് തൊട്ട് BSNL വീഡിയോസ് ഇടാറുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു 2 ഇയർ പ്ലസ് ആയിട്ട് നമ്മൾ നമ്മുടെ BSNL ഫൈബർ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി തന്നെ നമ്മൾ മലപ്പുറത്ത് പാലപ്പെട്ടി എന്നൊരു സ്ഥലത്ത് ആക്ച്വലി പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ ഈ BSNL സംഭവമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ റൂറൽ ഏരിയാസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പൊന്നാനി സെക്ടറിൽ വരുന്നതാണ്. അപ്പോൾ അവരുടെ ഏരിയയിൽ അതിൻ്റെ അടുത്തുള്ള പൊന്നാനി അതുപോലെ താവന്നൂർ പിന്നെ മാറഞ്ചേരി ഇതൊക്കെ ആക്ച്വലി കുറച്ച് റൂറൽ ഏരിയാസ് ആണ്. അപ്പോൾ അവിടെ മെയിനായിട്ട് ആക്റ്റീവായിട്ടുള്ള സംഭവം ഫൈബർ എന്ന് പറയുന്നത് നമ്മുടെ BSNL ഫൈബർ തന്നെയുണ്ട്. അപ്പോൾ അവിടെ ആക്ച്വലി നോക്കിയപ്പോൾ നമ്മുടെ ഇവിടെ വെച്ച് കമ്പയർ ചെയ്യാനായിട്ടും അത്യാവശ്യം നല്ല കുറച്ചും കൂടിയും ഇതോടെ ട്രാഫിക് കുറവായതുകൊണ്ടായിരിക്കും നല്ല സ്പീഡും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പ്ലാനെ കുറിച്ചൊന്ന് പറയാമെന്ന് വിചാരിച്ചാണ്. എന്ന് വെച്ചാൽ ഇതുപോലത്തെ റൂറൽ ഏരിയാസ് താമസിക്കുന്നവർക്ക് ആക്ച്വലി BSNL ഈ സംഭവം ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഒരു പുതിയ പ്ലാനാണ് ആക്ച്വലി ഈ BSNL ഭാരത് നെറ്റ് എന്താ പറയുക ഉദ്യമി സ്കീം എന്ന് പറയുന്ന സംഭവം. എന്ന് വെച്ചാൽ ഇത്ര അധികം വീടുകളിലേക്ക് നെറ്റ് കൊണ്ടിരിക്കാനുള്ള ഒരു പുതിയ സെൻട്രൽ ഗവൺമെൻറ് ഒരു പ്ലാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾ ഇതുപോലത്തെ റൂറൽ ഏരിയാസിൽ അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഏരിയാസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ എക്സ്ചേഞ്ചിനൊക്കെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഫ്രീ ആയിട്ട് തന്നെ BSNL ഫൈബർ എടുക്കാം. ഇതോടെ ബേസിക് പ്ലാൻ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 30 MB പ്ലാനാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് സുഖമായിട്ട് എടുക്കാം. അപ്പോൾ ഈ സൗജന്യമായിട്ടുള്ള ഈ പരിപാടി എടുക്കാൻ മറക്കേണ്ട. എന്ന് വെച്ചാൽ നല്ലൊരു സംഭവം തന്നെയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്കായിരിക്കും നമ്മുടെ ഇപ്പോൾ ബാക്കിയുള്ള കമ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഫ്രീ കണക്ഷൻ ഒന്നും വേറെ എവിടെയും കിട്ടില്ല. അപ്പോൾ BSNL ഇങ്ങനത്തെ ഒരു ഓഫർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി മാക്സിമം അവൈൽ ചെയ്ത് നോക്കുക. റൂറൽ ഏരിയാസിന് സ്പെഷ്യൽ ആയിട്ടുള്ള കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഞാൻ ഓൾറെഡി BSNL ഫൈബർ യൂസറായിട്ട് കുറേ കാലമായി. അതുപോലെ തന്നെ എൻ്റെ ഏഷ്യാനെറ്റ് ഫൈബറും ഉണ്ട്. ഞാൻ റീസെൻ്റ്ലി ഇപ്പം ഈ എയർടെൽ എൻ്റെ ഏരിയയിൽ വന്നിട്ടില്ല. എയർടെൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് എടുക്കാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ BSNL ഇപ്പോൾ എൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇതിനെന്താ ഇതൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് BSNL എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഓരോ ഏരിയസിലും ഓരോ പ്രൈവറ്റ് ഏജൻസികളാണ് സർവീസും സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സർവീസും കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഓവറോൾ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ് BSNL. നമ്മൾ പണ്ടും കുറേ അതുപോലെ തന്നെ BSNL കുറേ വീഡിയോസും അതുപോലെ തന്നെ സ്പീഡ് ടെസ്റ്റ് സംഭവങ്ങളൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ജസ്റ്റ് നമ്മുടെ ചാനലിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആ പൊന്നാനി ഏരിയയിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ നമ്മുടെ എന്താ പറയുക BSNL എക്സ്ചേഞ്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് അവൈൽ ചെയ്യാം. മറക്കണ്ട. ഇത് ആക്ച്വലി ഒന്ന് ഈ സ്കീമിനെ കുറിച്ച് പറയാൻ നമ്മൾ ആക്ച്വലി വന്നതാണ് കേട്ടോ. അപ്പോൾ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ടത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും കൊടുക്കുന്നതാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാം കേട്ടോ. മറക്കണ്ട. ബൈ.